സ്ത്രീകളിൽ ഉണ്ടാകുന്ന ക്യാൻസറുകളിൽ ഏറ്റവും സാധാരണയായി കാണുന്നത് ഇന്ന് ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണ്. അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ പ്രായോഗികമായി എങ്ങനെ അതിനെ സമീപിക്കണം, അല്ലെങ്കിൽ പ്രതിരോധ മാർഗങ്ങൾ എന്തെങ്കിലും നിലവിലുണ്ടോ, അല്ലെങ്കിൽ ഒരു ക്യാൻസറിൻ്റെ ഒരു അപകട സാധ്യതകൾ നമുക്ക് കുറയ്ക്കാൻ എന്തെങ്കിലും കഴിയുമോ എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോ. ക്യാൻസറിന് കാരണമാകുന്ന ചില കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഒരു പ്രായം അല്ലെങ്കിൽ ജനിതകമായ മാറ്റങ്ങൾ, ഇതൊന്നും നമ്മളുടെ ഒരു പരിധിയിലോ നിയന്ത്രണത്തിലോ വരുന്ന കാര്യങ്ങളല്ല. എന്നാൽ മറ്റ് ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് പ്രതിരോധിക്കാനും അതുവഴി ക്യാൻസർ വരാനുള്ള സാധ്യതകൾ കുറയ്ക്കാനും കഴിയും. അമിതവണ്ണം, സ്ത്രീ ഹോർമോണുകൾ അഥവാ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ കൂടിയ അളവിൽ ദീർഘനാൾ കഴിക്കുന്നത്, ആദ്യത്തെ ഒരു പ്രസവവും ഗർഭധാരണവും ഒക്കെ വളരെ വൈകി മാത്രം സംഭവിക്കുന്നത്, അതായത് 30 വയസ്സിന് ശേഷം, ബ്രസ്റ്റ് ഫീഡിങ് ഇല്ലാണ്ടാവുക, മദ്യപാനം തുടങ്ങിയൊക്കെ തന്നെ ബ്രസ്റ്റ് ക്യാൻസറിന് കാരണമാകുന്നുണ്ടെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇതിൽ ഒന്നോ രണ്ടോ കാര്യങ്ങൾ വന്ന് എന്ന് വിചാരിച്ച് ബ്രസ്റ്റ് ക്യാൻസർ വരുമെന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറിച്ച് വിവിധ ഘടകങ്ങൾ ഒന്നിച്ച് വരുമ്പോൾ, അല്ലെങ്കിൽ ജനിതകമായ കാര്യങ്ങൾ അല്ലെങ്കിൽ കാരണങ്ങൾ വളരെ ശക്തമായി നിലനിൽക്കുന്ന ഒരാളിൽ ഇത്തരം കാര്യങ്ങൾ കൂടി വരുമ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുമെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ റിസ്ക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഈ ഘടകങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മളൊരു പ്രാഥമിക പ്രതിരോധ മാർഗങ്ങൾ അഥവാ പ്രൈമറി പ്രിവെൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യായാമം, അമിതവണ്ണം ഉണ്ടാക്കുന്ന ഭക്ഷണശീലങ്ങൾ ഒഴിവാക്കി ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ പിന്തുടരുക, പുകവലി, മദ്യപാനം തുടങ്ങിയൊക്കെ ഒഴിവാക്കുക, തുടങ്ങിയൊക്കെ തന്നെ നമുക്ക് ക്യാൻസർ വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങളായിട്ട് സ്വീകരിക്കാവുന്നതാണ്. എന്നാൽ പോലും ജനിതകമായ കാരണങ്ങളടക്കം പല ഘടകങ്ങൾ ഉണ്ടാകുന്ന ഒരു ക്യാൻസർ പോലത്തെ ഒരു അസുഖത്തിന് ഈ പ്രാഥമിക പ്രതിരോധ മാർഗങ്ങൾക്ക് പരിമിതികളുണ്ടെന്ന് നാം മനസ്സിലാക്കണം. അവിടെയാണ് ഒരു സെക്കൻഡറി പ്രിവെൻഷൻ അല്ലെങ്കിൽ രണ്ടാം നിര പ്രതിരോധ മാർഗങ്ങളുടെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാവുക. രോഗം ഏറ്റവും നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതും ശരിയായ ചികിത്സ തേടുക എന്നുള്ളതുമാണ് ഈ ഒരു പ്രതിരോധ മാർഗങ്ങളെ കൊണ്ട്, അഥവാ ഒരു സെക്കൻഡറി പ്രിവെൻഷൻ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റിയിട്ടുള്ള ഒരു അവബോധം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ ആയേക്കാവുന്ന ബ്രസ്റ്റിൽ രൂപപ്പെടുന്ന മുഴകൾ, തൊലിപ്പുറത്തുണ്ടാകുന്ന മാറ്റങ്ങൾ, അതായത് തൊലി ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുക, തൊലിപ്പുറത്ത് ചെറിയ ചെറിയ കുത്തുകൾ രൂപപ്പെടുക, അല്ലെങ്കിൽ ഒരു ഓറഞ്ചിൻ്റെ തൊലി പോലെയുള്ള രൂപമാറ്റങ്ങൾ, നിപ്പിൾ ഡിസ്ചാർജ് അഥവാ നിപ്പിളിൽ നിന്ന് രക്തം കലർന്ന നീരൊലിക്കുക, കക്ഷത്തിൽ രൂപപ്പെടുന്ന മുഴകൾ, ഇതൊക്കെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാകാം. അതുപോലെ തന്നെ നിപ്പിൾ ഉള്ളിലേക്ക് വലിഞ്ഞു പോകുക, ഇതും ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. ഇത്തരം രൂപമാറ്റങ്ങളോ ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും ഒരു സ്വയം പരിശോധനയിലൂടെ തന്നെ, അഥവാ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷനിലൂടെ സ്വയം തന്നെ കണ്ടുപിടിക്കാവുന്നതാണ്. എല്ലാ സ്ത്രീകളും പ്രത്യേകിച്ച് ഒരു 40 വയസ്സിന് മുകളിൽ പ്രായമാകുമ്പോൾ തീർച്ചയായിട്ടും മാസത്തിൽ ഒരു തവണയെങ്കിലും ഒരു 10-15 മിനിറ്റ് ഇതിനു വേണ്ടി മാറ്റിവെക്കണം. 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾ വർഷത്തിലൊരിക്കൽ സ്ക്രീനിങ് പരിശോധനയായിട്ട് മാമോഗ്രാം പരിശോധനയും ചെയ്ത് നോക്കാവുന്നതാണ്. ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളായേക്കാവുന്ന എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു സർജൻ്റെ പരിശോധനയ്ക്ക് വിധേയമാകണം. ആവശ്യമെങ്കിൽ ബയോപ്സി പരിശോധന ചെയ്ത് അത് ക്യാൻസർ അല്ല എന്ന് ഉറപ്പുവരുത്തണം. ഓർക്കുക, നേരത്തെ കണ്ടുപിടിച്ച് ശരിയായ ചികിത്സ തേടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു അസുഖമാണ് ബ്രസ്റ്റ് ക്യാൻസർ. മറ്റേത് അസുഖങ്ങളെ പോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസറിനെയും പ്രായോഗികമായി സമീപിക്കാൻ നമുക്ക് ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ കഴിയണം. താങ്ക് യു.